guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ 10 ദിവസം കൊണ്ട് ഓണപരീക്ഷയ്ക്ക് പഠിച്ചെടുക്കാനുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പഠിച്ചെടുത്താലോ ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ് MS സൊല്യൂഷൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒറ്റ റിക്വസ്റ്റ് മാത്രം, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കണം, ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്തിരിക്കണം. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് കുട്ടികളും ഇപ്പൊ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ യെസ് ഞാൻ ഫോളോ ചെയ്തിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം, MS-ന്റെ സ്മൈലോട് കൂടി. ഓക്കെ, അടിച്ച് പൊളിച്ച് നമുക്ക് പഠിക്കണം. നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ലാസ്റ്റ് വരെ കാണുക. സോ ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കും ഇതുപോലുള്ള സ്റ്റഡി പ്ലാനുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടാ. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. കാര്യം നിങ്ങളെല്ലാം മറക്കുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് വെക്കുക കേട്ടോ. മറക്കില്ല ഒരിക്കലും അണയാത്ത ബന്ധം, സുഹൃത്ത് എന്ന വാക്കിൽ ഒളിക്കുന്ന ഗന്ധം. നമ്മൾ സുഹൃത്തുക്കളാണ്. ഓക്കെ, അതിരുകളിൽ ഉണ്ടെങ്കിൽ പോലും, നമ്മൾ രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണെങ്കിൽ പോലും നമ്മൾ സുഹൃത്തുക്കളാണ്. നമ്മൾ പഠിച്ചിരിക്കും, പഠിക്കേണ്ടതുപോലെ പഠിച്ചിരിക്കും. ഓക്കെ അല്ലേ ചെറുപ്പക്കാരി? യെസ്. സോ തീർച്ചയായിട്ടും 10 ദിവസം കൊണ്ട് 18ഓളം ചാപ്റ്റേഴ്സുകളാണ് ബയോസയൻസിലെ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാനുള്ളത്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസിൽ 2 ചാപ്റ്റേഴ്സ് കുറവാ. അപ്പോൾ 10 ദിവസം കൊണ്ട് 16 ചാപ്റ്റേഴ്സുകളാണ് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാനുള്ളത്. ഈ 2 സ്റ്റുഡൻ്റ് ആണെങ്കിലും എങ്ങനെയാണ് സാർ 10 ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ ഫോളോ ചെയ്യുക? എനിക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ പറ്റില്ലേ? അതാണ് ഈ വീഡിയോ. ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് കേരളത്തിൽ. പ്ലാൻ എന്ന് പറഞ്ഞു പോയോ? ഇല്ലല്ലോ, പ്ലാൻ ആണ് കേട്ടോ. കേരളത്തിൽ ഇതുപോലൊരു പ്ലാന് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാര്യം ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും കണക്ഷൻസ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയിലാണ്. ഓക്കെ, ഓഗസ്റ്റ് 4-ാം തീയതി സൺഡേയിലാണ്. ഇനി ഈ വീഡിയോ കാണുന്ന കുട്ടി ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കാണുന്നതെങ്കിൽ ആ കുട്ടി 5-ാം തീയതി തൊട്ടുള്ളത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുക, ആ 5-ാം തീയതിയെ അവളുടെ ഫസ്റ്റ് ഡേ ആയിട്ട് മാറ്റാം. എങ്ങനെ നോക്കിയാലും നിങ്ങളിപ്പോൾ ഒരു 10-ാം തീയതിയാണ് കാണുന്നതെങ്കിൽ പോലും ഈ 10 ദിവസം നിങ്ങൾ അതുപോലെ ഈ ഒരു ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യണം. അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ 10-ാമത്തെ ദിവസം കാണുകയാണെങ്കിൽ, 10-ാമത്തെ ദിവസമാണ് ഓഗസ്റ്റ് 10-ാം തീയതിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എങ്ങനെ? ഇപ്പോൾ ഇവിടെയുള്ള ഈ 4-ാം തീയതിനെ നിങ്ങളുടെ 10-ാം തീയതി ആയിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആ ഒരു സൺഡേ വരുന്ന ദിവസം നിങ്ങൾ ആ ഒരു സ്ലൈഡ് തന്നെ പഠിക്കണം. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധനാഴ്ചയിലാണെങ്കിൽ പോലും സൺഡേയിലാണ് ഇത്രയും ചാപ്റ്റേഴ്സുകളൊക്കെ. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സൺഡേയിൽ. അപ്പോൾ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ട്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് അന്ന് മാത്രമായിട്ടൊരു 3 ചാപ്റ്റേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു ബുധനാഴ്ചയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ബുധനാഴ്ച ചിലപ്പോൾ 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ടൈം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. റെസിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങളൊരല്പം നേരം വൈകി MS സൊല്യൂഷൻ വീഡിയോ ചെയ്തത് ഓഗസ്റ്റ് 3-ാം തീയതിയാണെങ്കിൽ ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത് ഓഗസ്റ്റ് 4-ാം തീയതി ആയിരുന്നുവെങ്കിൽ, നിങ്ങൾ കാണുന്നത് അതിന് ശേഷമാണെങ്കിൽ ഒരല്പം വൈകിപ്പോയി എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് അന്ന് തൊട്ട് നിങ്ങളെ കൂട്ട 10 ദിവസം കൃത്യമായി പഠിച്ചെടുക്കുക. ഓക്കെ അല്ലേ? സോ ആദ്യത്തെ ഓഗസ്റ്റ് 4-ാം തീയതി സൺഡേ, ഞായറാഴ്ച നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഏതെല്ലാം? 1, കെമിസ്ട്രിയുടെ ചാപ്റ്റർ 3, ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലമെന്റ്സ്. ഇനി മാത്സിലെ ചാപ്റ്റർ 4 പഠിക്കണം, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഞാൻ ആദ്യം കൂടെ കൊടുക്കാനൊരു കാരണമുണ്ട്. നിങ്ങളുടെ 10-ാം ക്ലാസ്സിൽ പഠിച്ച സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, -b + or - (b² - 4ac all divided by 2a). അതിന്റെ ഡിസ്ക്രിമിനന്റ് b² - 4ac <0 ആണെങ്കിൽ there is no solution എന്ന നിങ്ങൾ 10ൽ പഠിച്ചത്. പക്ഷെ +1ൽ നിങ്ങൾ പഠിക്കുന്നത് there is a solution, that is MS solutions അല്ലേ? I എന്ന് പറയുന്ന ഒരു ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ് കോംപ്ലക്സ് നമ്പറിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ 10ൽ പഠിച്ചതിന്റെ തുടർച്ച എന്ന് പറയുന്നത് മാത്സിലെ ചാപ്റ്റർ 4 ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ സെറ്റ്സും റിലേഷനൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറയും, സാറേ ചാപ്റ്റർ എന്താ പറയുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് മാത്സിന്റെ ക്ലാസ് എത്ര കേട്ടിട്ടും മനസ്സിലാവുന്നില്ല. എന്തേ? സെറ്റ്സ് ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ്. 10-ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിങ്ങൾ സെറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ?
ഇല്ലല്ലോ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. നിങ്ങൾ പഠിക്കുന്നത് ഈ കൊല്ല, ഡിമോർഗൻസ് ലോ പഠിക്കുന്നത് നിങ്ങൾ ഈ കൊല്ല. എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് ഈ വർഷം. പെട്ടെന്ന് ഈ കോംപ്ലിമെന്റ് എന്താ സാർ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ എ മൈനസ് ചെയ്യുക. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഡിമോർഗൻസ് ലോ പഠിക്കാൻ ടൈം എടുക്കും. എങ്ങനെയൊക്കെ നോക്കിയാലും ശരി, നിങ്ങൾ സെറ്റ്സിലല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നാണ്. ഓക്കെ, സോ ഓക്കെ ആണല്ലോ. സോ ആ ഒരു ഞായറാഴ്ച നമ്മൾ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചു, കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്റർ പഠിച്ചു. അതേ ദിവസം തന്നെ ഫിസിക്സിലെ ചാപ്റ്റർ 4 പഠിക്കണം, ലോസ് ഓഫ് മോഷൻ. എന്താ സാറേ ആദ്യം തന്നെ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നത്? കാരണം എന്താണെന്നറിയോ? 9ാം ക്ലാസ്സിൽ നീയും ഞാനും പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടന്റെ തേർഡ് ലോ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചോദിക്കുക, ന്യൂട്ടന്റെ തേർഡ് ലോ നിങ്ങൾക്ക് തന്നെ അറിയാം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ്. എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? എന്താടാ ന്യൂട്ടൻ? ആദിത്യൻ സാറിന്റെ ക്ലാസ് കണ്ട കുട്ടികൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചിരിക്കണം. എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു applied force and moves in the direction to the force. അല്ലേ? moves in the direction of force. എന്താ? F is equal to F directly proportional to dp by dt or delta p by delta t. പഠിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ? അപ്പൊ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു, പെട്ടെന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ബാക്കോട്ടേക്ക് പോകുന്നു. ഒരു ആന ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് റൗണ്ട് ചെയ്യുന്ന സമയത്ത് ആനക്ക് അതുപോലെ റൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, കർവിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നില്ല. ആ ഒരു മോഷനിലേക്ക്, സർക്കുലർ മോഷനിലേക്ക് ആനക്ക് തിരിയാൻ പറ്റുന്നില്ല, മാസ് കൂടുതലാ. അതാണ് ഇനേഷ്യ ഓഫ് മോഷൻ ഉണ്ട്, ഇനേഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഇനേഷ്യ ജഡത്വം 10ാം ക്ലാസ്സിൽ പഠിച്ച 9ാം ക്ലാസ് പഠിക്കുന്ന ജഡത്വത്തിൽ നിന്ന് നിങ്ങൾ ന്യൂട്ടന്റെ നിയമങ്ങൾ പഠിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ശരിയല്ലേ? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്താ? ഇമ്പൾസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഏറ്റവും കുറഞ്ഞ സമയത്ത് വലിയൊരു ഫോഴ്സ്. നിങ്ങളൊരു ഭിത്തിയിൽ ഇടിക്കുകയാണ്. ആ ഇടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും. കംപ്ലീറ്റ് എവിടെയെങ്കിലും കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഭിത്തിയുടെ സൈഡിൽ നിങ്ങൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ശരിയല്ലടാ? ശരിയല്ലേ? എന്തുകൊണ്ട്? ദാറ്റ് ഈസ് ഇമ്പൾസ്. അതിനാണ് എന്ത് പറയാ? ഇമ്പൾസ്. സോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറയും. ഒന്നെങ്ങനെ? ഡയമെൻഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറയും. ഡയമെൻഷൻ യൂസ് ചെയ്യുന്നത് എവിടെയാ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഫിസിക്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് തല്ലിൽ കയറോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ m⁻⁴, l⁻⁴, d⁻⁻⁻ കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ 10ാം ക്ലാസ് വരെ യൂണിറ്റ്സ് മെഷർമെന്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇല്ല, ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ, ഡയമെൻഷണൽ അനാലിസിസ് നിങ്ങൾ പഠിക്കുമ്പോൾ, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, അല്ലെ? ഇക്വേഷൻ ചെക്ക് ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ട് ഡയമെൻഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇമ്പൾസിന്റെ ഡയമെൻഷനും ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ ഹെൻസ് പ്രൂവ്ഡ് ഇത് രണ്ടും തുല്യമാണ് എന്ന് പറയാം, ഇത് രണ്ടും ഒന്നാണെന്ന് പറയാം. അല്ലെ? യൂണിറ്റ് നോക്കിയാലും മതി, ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും നിങ്ങൾ ആദ്യം കയറിയിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഫിസിക്സ് ഒന്നും മനസ്സിലാകുന്നില്ല. ആദ്യം കയറിയിട്ട് സെറ്റ്സും റിലേഷനും പഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മാത്സ് ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നിങ്ങൾ പറയുന്നത് ഇനി അത് പറയരുത്. കാര്യം ആ രീതിയിലാണ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചത്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ ആദ്യത്തെ ദിവസം പഠിക്കുന്നത് കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ്, മാത്സിന്റെ 4ാമത്തെ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഞായറാഴ്ച നിങ്ങൾ പഠിച്ചു. ഞായറാഴ്ച സമയമുണ്ട്. നേരെ പോകുന്നു ഓഗസ്റ്റ് 5ാം തീയതിയിലേക്ക് പോകുന്നു. എന്താം തീയതിയിലേക്ക്? 5ാം തീയതിയിലേക്ക്. സോ 5ാം തീയതി നിങ്ങൾ പഠിക്കുന്നത് ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ പേര് കെമിസ്ട്രിയുടെ ചാപ്റ്റർ 1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. എന്താ സാറേ? സബ്ജക്റ്റ് കെമിസ്ട്രി ആയതുകൊണ്ടല്ലേ ഒരു ദിവസം ഒരു ചാപ്റ്റർ ഇട്ടത്? അല്ല, തിങ്കളാഴ്ചയാണ്, 2ാമത്തെ ദിവസമാണ്. മാത്രമല്ല ഇതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലംസ് വരുന്ന ചാപ്റ്റേഴ്സ്. അതിൽ സം ബേസിക്കിൽ വളരെ പ്രധാനപ്പെട്ട 5 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി ലൈവുകൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ? ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, മോൾ കോൺസെപ്റ്റ്, പിന്നെന്താ? കോൺസെൻട്രേഷൻ ടേംസ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, അല്ലേ? പിന്നെ ഏതാ പറയുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ്,
ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എന്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇതിനിടയിലായിട്ട് എന്ത് പഠിക്കുന്നു? മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും ഒക്കെ പഠിക്കുന്നു. അങ്ങനെ 5 പാർട്ടുകളായിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നത്. പക്ഷെ അവിടെ ആ മോൾ കോൺസെപ്റ്റ് വരുമ്പോൾ നല്ല രീതിയിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ലിമിറ്റിംഗ് റിയേജന്റ് വരുമ്പോൾ മാത്സിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണം. ഇവിടുന്ന് ഇത്ര കിട്ടുകയാണെങ്കിൽ അവിടുന്ന് അത്ര കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ 3 തക്കാളി ഉണ്ട്, 3 തക്കാളി വേണം, 1 ഉള്ളിയും വേണം. പക്ഷെ എൻ്റെ കയ്യിൽ 4 തക്കാളി ഉണ്ട്, 2 ഉള്ളിയുണ്ട്. അപ്പൊ എനിക്ക് എത്ര സൂപ്പ് ഉണ്ടാക്കാം? അങ്ങനെയൊക്കെയാണ് ആ ഒരു ഐഡിയ വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത്ര ഹൈഡ്രജൻ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര ഓക്സിജൻ ഉണ്ട്, എനിക്ക് എത്ര വെള്ളം കിട്ടും? അവിടെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് തന്നെ ലിമിറ്റിംഗ് റിയേജന്റ് കടന്നു വരവ്. എന്താ ലിമിറ്റിംഗ് റിയേജന്റ്? ദ റിയാക്ടന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂമഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്ത ആളെയാണ് എന്ത് പറയുക? ലിമിറ്റിംഗ് റിയേജന്റ്. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കാൻ 3 തക്കാളിയും വേണം, 1 ഉള്ളിയും വേണം. 3 തക്കാളിയും വേണം, 1 ഉള്ളിയും വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 തക്കാളിയും ഉണ്ട്, 1 ഉള്ളിയും ഉണ്ട്. അപ്പൊ എനിക്ക് എത്ര സൂപ്പ് ഉണ്ടാക്കാം? ആരാണ് ബാക്കി ഉണ്ടാവുക? ആലോചിച്ചോക്ക്. ഈ 1 ഉള്ളി വേണാനും എൻ്റെ കയ്യിൽ 1 ഉള്ളിയേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കണം. ഇനി 3 തക്കാളിയാണ് എനിക്ക് വേണ്ടത്, എൻ്റെ കയ്യിൽ 4 തക്കാളി ഉണ്ട്. അപ്പോൾ എത്ര തക്കാളി ബാക്കി ഉണ്ടാവും? 1 തക്കാളി ബാക്കിയുണ്ട്. ബാക്കിയുള്ളതിന് എന്താ പറയുക? എക്സസ് റിയേജന്റ്. ഞാൻ പൂർണ്ണമായിട്ട് എടുത്തത് ഏതാ? ഉള്ളി. അപ്പോൾ അതെന്താ? ലിമിറ്റിംഗ് റിയേജന്റ്. ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് സാറേ അത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒക്കെ ഉഷാറാവും. ആപ്പിലൂടെ നിങ്ങളെ ബേസിക് കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചിരിക്കും. ഓൾറെഡി അൻഷിത് സാറുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിന്റെ 1 ഷോട്ട് റിവിഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ 2ാമത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ ദിവസം നിങ്ങൾ പഠിക്കുന്നത് ഓഗസ്റ്റ് 6-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ പഠിക്കുന്നത് മാത്സിന്റെ 2 ചാപ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിമസ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ആദ്യം നിങ്ങളൊന്ന് സെറ്റാവ്, എന്നിട്ട് നമുക്ക് റിലേഷനിലേക്കൊക്കെ പോവാം. നിങ്ങൾ ഒരു സൈഡിൽ നിന്നിട്ട് കുട്ടിയെ പ്രേമിക്കുകയാണെന്ന് കൂട്ടിക്കോ. 1 സൈഡ് ലവ് ഇപ്പോൾ 1 സൈഡ് ലവല്ലോ ഇപ്പോൾ ബ്രദർ എന്നൊക്കെ ഒരു പാട്ടില്ലേനോ അല്ലെ? ഹാപ്പി സിനിമയിലേറ്റോ അല്ലു അർജുൻ്റെ. യെസ്, അത് തുടക്കം എന്തായിരുന്നു? വൺ സൈഡ് ലവല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയാമെന്നറിയോ? ആദ്യം നിങ്ങൾ സെറ്റ് ആവുക. നിങ്ങൾ ഒരു സൈഡിൽ ഇരുന്നിട്ട് കുട്ടിയോട് ഇഷ്ടമുണ്ട് പക്ഷെ പറയാൻ മടിയാണ് വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ പോയി പറയണം. ആദ്യം നിങ്ങൾ സെറ്റ് ആവണം, എന്നിട്ട് റിലേഷനിലേക്ക് പോകാവൂ. വീട്ടുകാർ ഫങ്ഷൻസ് നടത്തുമല്ലേ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സെറ്റ്സും റിലേഷനും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് ഉഷാറാക്കി പഠിക്കുക. കാര്യം റിലേഷൻ ഫ്രം എ ടു ബി ആണ് എന്ത്? റിലേഷൻ ഫ്രം എ ടു ബിയിലേക്ക് വരുമ്പോഴുള്ള ഫങ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ റിലേഷൻ ഫ്രം എ എന്താ? സെറ്റാണ്. റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി. ആ സെറ്റ് എന്താ നിങ്ങൾ അറിയണം ആദ്യം. ഓക്കെ, സെറ്റ് ഒരു കണക്ഷൻസ് സെറ്റ്, സബ്സെറ്റ് എന്താ, നൾ സെറ്റ് എന്താ, എംപ്റ്റി സെറ്റ് ആണ് നൾ സെറ്റ്. ഓരോ സബ്സെറ്റുകൾ, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ഏറ്റവും ബെസ്റ്റ് ചാപ്റ്ററാണ്. എൻട്രൻസിനൊക്കെ സെറ്റ് നല്ലൊരു ചാപ്റ്ററാണ്. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ +2ലും ഇതേ ചാപ്റ്റർ ഉണ്ട് കേട്ടോ. റിലേഷൻ ഫംഗ്ഷൻ നിങ്ങൾ +1 പഠിക്കുന്ന അതേ ചാപ്റ്റർ ഇവിടെ ഉണ്ട്. +2ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അതുകൊണ്ട് ആ 2 ചാപ്റ്ററും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ദിവസം, അടുത്ത ഡേ 4, 4ാമത്തെ ദിവസം ഓഗസ്റ്റ് 7-ാം തീയതി ബുധനാഴ്ച. നിങ്ങൾക്ക് എത്ര എണ്ണം സാർ എന്തോരോ പഠിക്കാണ്ടല്ലോ? ഇല്ല, ബയോ സയൻസുകാർ ബോട്ടണി പഠിക്കുക, കമ്പ്യൂട്ടർ സയൻസുകാർ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. ഓക്കെ, ബയോ സയൻസിന് ആൾക്കാർ ബോട്ടണിയിലെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം പഠിക്കണം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ കൂടെ എന്ത് പഠിക്കണം? പ്ലാന്റ് കിങ്ഡം പഠിക്കണം. കുറച്ച് പണി ഉണ്ടാവും പഠിച്ചെടുക്കാൻ, പക്ഷെ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റിട്ടും 2 മണിക്കൂർ പഠിക്കുക. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഒരു 7 മണിക്ക് ശേഷം വീണ്ടും ഇരിക്കുക. അങ്ങനെ തീർക്കുക. അല്ലെങ്കിൽ അന്ന് സ്കൂൾ ലീവ് എടുക്കുക. ഓക്കെ, എന്തോരം ലീവുകൾ വെറുതെ എടുക്കുന്നുണ്ട്, എന്തോരം ലീവുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. മഴ കാരണത്താൽ അവധികൾ വരെ ലഭിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബോട്ടണിയുടെ ചാപ്റ്റർ 1ഉം 2 ആണ് നിങ്ങൾ ആ ദിവസം പഠിക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾ ചാപ്റ്റർ 1ഉം 2 ആണ്. ഏതൊക്കെയാണ്? ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗും പഠിക്കുക, ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്രയിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൃത്യമായിട്ട് അജ്മൽ സാർ ആപ്പിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ. സോ ഡേ 4 കഴിഞ്ഞു. അടുത്ത ഡേ 5-ാമത് വീണ്ടും ഫിസിക്സിലേക്ക് വരുന്നു. ചാപ്റ്റർ 1 and 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പഠിച്ചിട്ട് നിങ്ങൾ എന്തിലേക്ക് പോവുക? മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അതിലേക്ക് പോവുക.
യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനും യൂണിറ്റും ഒക്കെ പഠിക്കുക. വെലോസിറ്റിൻ്റെ ഇത് പഠിക്കുക. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ മീറ്റർ ആണ്, ഡിസ്റ്റൻസ് ആണെങ്കിലും മീറ്റർ ആണ്. ഇനി വെലോസിറ്റി ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്, സ്പീഡ് ആണെങ്കിലും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് യൂണിഫോം വെലോസിറ്റി? ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി? സ്കേലാർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷൻ കൂടി നോക്കണം, അല്ലേ? ഒക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഡയറക്ഷൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ തലയിൽ ഒരു ലോഡും താങ്ങിയിട്ട് അദ്ദേഹം പോവുകയാണ്. തലയിൽ ഒരു ലോഡും താങ്ങിയിട്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ അയാൾ ഒരു ദിവസം കംപ്ലീറ്റ് പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അക്കോർഡിംഗ് ടു ഫിസിക്സ് അദ്ദേഹം ചെയ്ത വർക്ക് 0 ആണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. കാര്യം അദ്ദേഹം നടക്കുന്നത് എങ്ങോട്ടാ? മുന്നോട്ട്. അദ്ദേഹത്തിന്റെ ഫോഴ്സ് എങ്ങോട്ടാ? മേലോട്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഫോഴ്സ് കൊടുക്കുന്നത് മേലോട്ടേക്ക് നോക്കിക്കോ. ആ ഭാരം താങ്ങല്ലേ, അപ്പൊ മേലോട്ടേക്കാണ് അദ്ദേഹത്തിന്റെ ഫോഴ്സ്. അയാൾ നടക്കുന്നത് എങ്ങോട്ടാ? മുന്നോട്ട്. അപ്പോൾ ഇക്വേഷൻ എന്താ? നിങ്ങൾ വർക്ക് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. W = Fs cos θ. ഇത് ആ ഒരു ക്രോസ് വെക്ടറിന്റെ ഒരു സാധനമാണ് കേട്ടോ. W = F ക്രോസ് S. കാര്യം വർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ എന്തായി മാറും? ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് കോസിന്റെ തീറ്റ എത്രയായിരിക്കും? തീറ്റ ഇങ്ങനെ ലൈനിലും അതായത് ഡയറക്ഷൻ മുന്നോട്ട്, ഫോഴ്സ് മേലോട്ട്. അപ്പൊ തീറ്റ എത്ര? 90 ഡിഗ്രി. കോസ് 90 എത്രയാ? 0. അപ്പൊ അയാൾ ചെയ്ത വർക്ക് എത്രയാ? 0. W = Fs × cos 90 0. അപ്പൊ അയാൾക്ക് കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കൂലിപ്പണിക്കാരൻ ബംഗാളി കത്തിയെടുത്തിട്ട് വെട്ടിക്കാൾ പറഞ്ഞ. അതുകൊണ്ട് ഫിസിക്കലി നോക്കുന്ന സമയത്ത് അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ വർക്ക് 0 ആണ്. പക്ഷെ അയാൾ മെന്റലി ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സ് നോക്കി കുത്തിരുന്നിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കട്ടോ. സോ ഫിസിക്സിന്റെ യൂണിറ്റ്സ് 1ഉം 2ഉം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും മോഷനും സ്ട്രൈറ്റ് ലൈനും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ അല്ലേ? ഡേ 6ലേക്ക് പോകുന്നു. പോട്ടെ 6ലേക്ക് പോട്ടെ. യെസ്, 6ാമത്തെ ദിവസം നിങ്ങൾ പഠിക്കുന്നത് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കെമിസ്ട്രി ചാപ്റ്റർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇരുന്ന് പഠിക്കണം. 1 by line ആയിട്ട് ആപ്പിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കണം. കാര്യം ഓരോന്നും ഇമ്പോർട്ടൻ്റാ. കെമിസ്ട്രിയുടെ 9 ചാപ്റ്ററുകളിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിന്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അത് ഓർഗാനിക് കെമിസ്ട്രി അല്ല. അവിടെ ഓണപരീക്ഷന്റെ കാര്യമല്ല പറയുന്നത്. മെയിൻ എക്സാമിലേക്ക് ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ പേരാണോ എന്ത്? സ്ട്രക്ചർ ഓഫ് ആറ്റം. ഉഷാറായി ആറ്റത്തിന്റെ മാതൃക നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ കുറച്ച് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ +1ലേക്ക് വരുന്നുണ്ട്. അതാണ് ബേസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 എന്നാണ്. 9 നേരെ കൊണ്ടുപോയിട്ടത് ഇങ്ങോട്ട് +1ലേക്കാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം ഉഷാറായിട്ട് പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നിങ്ങൾ പഠിക്കണം. റേഡിയന്റ് എനർജിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം എങ്ങോട്ടേക്ക് പോകും? 2 നാച്ചുറൽ ഡുവൽ ബിഹേവിയർ ഓഫ് നാച്ചർ ഉണ്ട്. ഡുവൽ ബിഹേവിയർ ഉണ്ട്. ആറ്റത്തിന്റെ ഡുവൽ അല്ലെങ്കിൽ മാറ്ററിന്റെ ഡുവൽ ബിഹേവിയർ ഉണ്ട്. വേവ് നാച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ പഠിച്ചിരിക്കണം. λ = h/mv. അത് മാത്രമോ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം. ΔP × Δx > h/4π. പിന്നീട് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ഓർബിറ്റൽ പഠിച്ചിരിക്കണം. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം. ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അങ്ങനെ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉഷാറായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നേരെ ഡേ 7ലേക്ക് പോകുന്നു. പോകുന്നു നമ്മുടെ ബയോളജിക്കിലേക്ക് പോകുന്നു. സുവോളജിയിലെ ചാപ്റ്റർ 1ഉം 2ഉം ഒരുമിച്ച് പഠിക്കണം. ലിവിങ് വേൾഡ് ചെറിയൊരു ചാപ്റ്റർ 1/2 മണിക്കൂർ മതി പഠിക്കാൻ. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്, ആപ്പിൽ തന്നെ 1/2 മണിക്കൂർ എടുത്തിട്ട് സാർ തീർത്തിട്ടുണ്ട് ആ ചാപ്റ്റർ. 1 മണിക്കൂറിൻ്റെ ചാപ്റ്റർ ഉണ്ട്. അനിമൽ കിങ്ഡമാണ് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കേണ്ടത്. സോ ആ ഒരു ഡേ 7ാമത്തെ ദിവസം 7ാമത്തെ ഡേയിൽ നിങ്ങൾ പഠിക്കേണ്ടത് സുവോളജിയിലെ ചാപ്റ്റർ 1ഉം 2ഉം ആണ്. ആ സമയത്ത് കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ 3 പഠിക്കുക. കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. എന്താണ് പഠിക്കേണ്ടത്? കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇനി 8ാമത്തെ ദിവസം നമ്മൾ പോകുന്നു വീണ്ടും മാത്സിലേക്ക്.
മാത്സിലേക്ക് ഒരു ചാപ്റ്റർ വലിയ ടഫുള്ള ചാപ്റ്ററാണ്, ഒരു ചാപ്റ്റർ പക്ക സിമ്പിളാണ്. നമ്മളെ ലിവിങ് വേൾഡ്, ബയോളജിയിലെ ലിവിങ് വേൾഡ് പോലെയാണ് ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷേ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇരുന്ന് തന്നെ ആപ്പിലെ ഓരോ പാർട്ടുകളും നിങ്ങൾ കണ്ട് തന്നെ പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് സാർ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ 8 ദിവസം കഴിഞ്ഞു. വീണ്ടും 9ാമത്തെ ദിവസം ഫിസിക്സിലേക്ക് പോകുന്നു. നിങ്ങളിതാ ഒരു ട്രിഗണോമെട്രി ഒന്നും വിട്ടുപോരുതേ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നുള്ളത് മാത്രമല്ല. കാലിത്തീറ്റ ഉണ്ടോ? ഇല്ല. കോട്ട് തീറ്റ, കൊസീക്ക് തീറ്റ, സീക്ക് തീറ്റ, അങ്ങനെ 2 ആൾക്കാർ കയറി വരും. പക്ഷെ അതൊന്നുമല്ല അവിടെ പഠിക്കാനുള്ളത്. അവിടെ പഠിക്കാനുള്ളത് തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയോ? 1 എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ നിന്നാ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. പിന്നെയോ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം ചെറുപ്പക്കാരാ. കുറച്ച് പണിയുണ്ട് ആ സംഗതി. കോസ് 2 തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ എ മൈനസ് സൈൻ കോസ് സ്ക്വയർ ബി, കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ ബി, അതായത് കോസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി. എല്ലാം കഴിഞ്ഞിട്ട് വേറൊന്നിലേക്ക് എത്തും. ഏതാ? സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അങ്ങനെ ഈ സംഗതി പോകും. ഒരുപാട് ഇക്വേഷൻസ് അവിടെ പഠിക്കാനുണ്ട്. എല്ലാം ട്രിക്കിലൂടെ നിങ്ങൾക്ക് ജിഷ്ണു സാറ് പഠിപ്പിച്ചു തരും. ഉഷാറായിട്ട് ആപ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എന്ത് പറയുന്നു? ഒരു ചാപ്റ്റർ തുടങ്ങി 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ല. ആ ചാപ്റ്റർ മനസ്സ് കംപ്ലീറ്റ് ശുദ്ധമാക്കി വെച്ചിട്ട് പിന്നെ അതിനിടയിൽ കൂടി ഇൻസ്റ്റഗ്രാമിലേക്കൊന്നും പോവാതെ ആ ചാപ്റ്റർ കഴിയുന്നത് വരെ നിങ്ങൾ കണ്ടു വെക്കുക. ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. ഉഷാറായി 1 ഷോട്ട് റിവിഷനൊക്കെ ഉണ്ടാവും. ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ, സോ 9ാമത്തെ ദിവസം എത്തിയതാ. 8 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് അജഗജാന്തരം പഠിച്ചു വന്നു. ഇതാ 9ാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു. ഫിസിക്സ് ആണ്. ചാപ്റ്റർ 4 ലോസ് ഓഫ് മോഷൻ. ചാപ്റ്റർ 4 ലോസ് ഓഫ് മോഷൻ. ചാപ്റ്റർ 4 ലോസ് ഓഫ് മോഷൻ. സുവോളജി ഇതാ പോകുന്നു. സുവോളജി ചാപ്റ്റർ 3 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഫിസിക്സ് ചാപ്റ്റർ 4 വീണ്ടും കയറി വന്നു. അല്ല, എൻ്റെ തോന്നലാണോ? ഫിസിക്സ് ചാപ്റ്റർ 4 ഇവിടെയും ഫിസിക്സ് ചാപ്റ്റർ 4 ഉണ്ടല്ലോ. ഫിസിക്സ് 1 ഉണ്ട്, 2 ഉണ്ട്, യൂണിറ്റ്സ് കൊടുത്തു, 2 കൊടുത്തു, 3. ഇവിടെ ചാപ്റ്റർ 4 അല്ല, ചാപ്റ്റർ 3 ആണ് കേട്ടോ. ഫിസിക്സ് ചാപ്റ്റർ 1. യെസ്, ഏറ്റവും ലാസ്റ്റ് വരുന്നത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഇത് ചാപ്റ്റർ 3 ആണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണേ. ഇത് ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ 3. ചാപ്റ്റർ 3 ആണ് കേട്ടോ. ലോസ് ഓഫ് മോഷൻ അല്ല, മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ. ചാപ്റ്റർ 3 മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, അത്ര കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, നോ പ്രോബ്ലം. ഓക്കെ, +1 കുറിച്ച് ഒക്കെ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് കഴിച്ചില്ലേ അല്ലേ? സുവോളജി എന്ന് എന്ത് ചെയ്യുക? ചാപ്റ്റർ 3 പഠിക്കുക. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അങ്ങനെ ഡേ 9 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് 2 കൊടുത്തത്. നേരെ തിങ്കളാഴ്ച പോകുന്നു. തിങ്കളാഴ്ച ബയോളജി സയൻസ് എടുത്തവർ ബോട്ടണിയിലെ ചാപ്റ്റർ 3 പഠിക്കുക. നമ്മളെ നബ്ഹാൻ സാർ ഉഷാറാക്കി പഠിപ്പിച്ച ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അന്ന് തന്നെ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളെ നമ്മുടെ അജ്മൽ സാറിൻ്റെ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഉഷാറായിട്ട് പഠിക്കുക. അങ്ങനെ 10 ദിവസം കൊണ്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തി. എന്തായിരുന്നു നമ്മുടെ ടാർഗറ്റ്? 10 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നടാ? 18 ചാപ്റ്റേഴ്സ് ഫോർ ബയോ സയൻസും 16 ചാപ്റ്റേഴ്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസും. ഉഷാറായിട്ട് നമ്മൾ ആ ഒരു സെറ്റ് എന്ത് ചെയ്തു? നമ്മൾ നേടിയെടുത്തു. നമ്മൾ എന്ത് വിചാരിച്ചോ അത് നേടാൻ കഴിഞ്ഞു. ഇനി എൻ്റെ ചോദ്യം, ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ട്? 4 ചാപ്റ്റേഴ്സ്. കെമിസ്ട്രിയിൽ എത്ര ഉണ്ട്? 3 ചാപ്റ്റേഴ്സ്. ബയോളജി എത്ര ഉണ്ട്? ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജി വരൂലേ? ഓക്കെ, സുവോളജിയിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 3 ഉണ്ട്. ബോട്ടണിയിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. ബോട്ടണിയിലും 3 ഉണ്ട്. മാത്സിൽ എത്ര ഉണ്ട്? 5 ചാപ്റ്റേഴ്സ്. ഒന്ന് കൂട്ടി നോക്കടാ. 4 3 7, 7 3 10, 10 3 13, 13 5 18. ഇതേ സ്ഥാനത്ത് ഈ പിന്നെ നമ്മുടെ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടിക്ക് എത്ര ഉള്ളത്? 4 ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4 3 7, 7 5 12, 12 4
16. സോ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾക്ക് 16 ചാപ്റ്റേഴ്സും ബയോ സയൻസിൻ്റെ കുട്ടികൾക്ക് 18 ചാപ്റ്റേഴ്സുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് പഠിച്ചെടുക്കണം. 10 ദിവസം കൊണ്ട് ഈ ഒരു പ്ലാൻ ഇഷ്ടപ്പെട്ട കുട്ടികൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടണം. MS പറഞ്ഞിരിക്കുന്ന പിന്നെ സ്റ്റഡി പ്ലാൻ ഞാൻ ഫോളോ ചെയ്യാൻ റെഡിയാണ് സാർ. ഞാൻ തീർച്ചയായിട്ടും 10 ദിവസത്തിന് ശേഷം ഇവിടെ തന്നെ വന്ന് ഞാൻ മെസ്സേജ് ചെയ്തിരിക്കും, ഞാൻ ആ സ്റ്റഡി പ്ലാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, നിങ്ങൾ പൂർണ്ണമായി പഠിക്കണം ഞാൻ പറയില്ല, പക്ഷേ ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം ഈ 10 ദിവസം കൊണ്ട് 18 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അടുത്ത 10 ദിവസം ഇതേ പ്ലാൻ ഫോളോ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് റിവിഷനായി. അടുത്ത 10 ദിവസം ഇതേ പ്ലാൻ ഫോളോ ചെയ്താൽ വീണ്ടും റിവിഷനായി. അപ്പോഴേക്ക് എന്തായി? സെപ്റ്റംബർ 2 ആയി. അന്ന് നിങ്ങൾക്ക് പോയി ഉഷാറായിട്ട് പോയി പരീക്ഷ എഴുതാം. ഓക്കെ അല്ലേ? ഇനി സാർ ഇത് എവിടെയാണ് ഉണ്ടാവുക? ഇത് നിങ്ങൾ നമ്മുടെ ആപ്പിലുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാൻ കൊടുക്കുന്നത്. ഇത് യൂട്യൂബിലെ ലൈവല്ല, ആപ്പിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്ലാൻ നമ്മൾ ഫോളോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? വെറും 1499 രൂപ മാത്രം മതി ഈ പ്ലാൻ ഫോളോ ചെയ്യാൻ. എങ്ങനെയെന്നറിയോ? ചാപ്റ്റർ വൈസ് തിയറി പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് നോട്ട്സ് അവൈലബിൾ ആണ്. പോരാ സാർ, എനിക്ക് ഒരു ചാപ്റ്റർ ഒറ്റ വീഡിയോയിൽ കാണണം, അതിനാണല്ലോ 1 ഷോട്ട് റിവിഷൻ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷനും അവൈലബിൾ ആണ്. സാർ എനിക്കത് മാത്രം പോരാ, എനിക്ക് ആ ചാപ്റ്ററിൻ്റെ ഇതുവരെ ചോദിച്ച കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ വേണം സാർ, അതും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും 1500 രൂപക്ക്, അതായത് 1499 രൂപക്ക് ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല ചെറുപ്പക്കാരാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും നിങ്ങൾക്ക് നൽകുന്നത് MS ആണ്. MS നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ MS സൊല്യൂഷൻസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ മക്കളെ, +1ൻ്റെ ഓണപ്പരീക്ഷാ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കും. MS പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നു, ഈ വരുന്ന ഓണപ്പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ നേരത്തെ നിങ്ങൾ ആപ്പിലൂടെ പഠിച്ചിരിക്കും. MS ഉറപ്പിച്ച് പറയുന്നു. താല്പര്യമുള്ളവർക്ക് 1500 രൂപ മാത്രം മതി. വെറും 100 കുട്ടികൾക്ക് മാത്രമേ ഇനി സീറ്റുകൾ കൊടുക്കുന്നുള്ളൂ. ആ 100 കുട്ടികൾ ഒരൊറ്റ ബാച്ചാക്കി ആ 100 കുട്ടികൾക്ക് മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? ഇതിലും നല്ലൊരു എന്താ പറയുക കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നോക്കിക്കേ, ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യുക. 70 12 67 00 55. ഏതാ മൊബൈൽ നമ്പർ? 70 12 67 00 55 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. സാർ എനിക്ക് സാറിൻ്റെ പിണ്ണാക്കൊന്നും വേണ്ട, എനിക്ക് സാറിൻ്റെ ക്ലാസ്സുകളൊന്നും വേണ്ട, എനിക്ക് സാറിൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയ ഷൂറേ പ്ലസ് ബുക്കില്ലേ 10ാം ക്ലാസ്, അതുപോലെ +1ലും ബുക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. സാറിൻ്റെ ബുക്ക് ഉപയോഗിച്ചിട്ട് ഫുൾ A+ വാങ്ങിയ ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. എനിക്ക് ആ ഷൂറേ പ്ലസിൻ്റെ ബുക്ക് വേണം സാർ. അങ്ങനത്തെ കുട്ടികൾ ഇവിടെ നോക്കിക്കോളൂ. MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക് അവൈലബിൾ ആണ്. +1ൻ്റെ ഈ 3 ബുക്കുകൾ മാത്രം മതി സയൻസ് വിഷയങ്ങളിൽ ഫുൾ മാർക്ക് കിട്ടാൻ. വേണ്ട, ഈ സയൻസ് വിഷയങ്ങളിൽ 3 അതായത് 3 പുസ്തകം, മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3. മോഡ്യൂൾ 1 മോഡ്യൂൾ 2, മോഡ്യൂൾ 3. മോഡ്യൂൾ 1 ഓണം എക്സാം, മോഡ്യൂൾ 2 ക്രിസ്മസ് എക്സാം, മോഡ്യൂൾ 3 ബാലൻസ് ഉള്ളത്. ഓക്കെ, അങ്ങനെ 3 സെറ്റ് മോഡ്യൂൾ ബുക്ക്, ഒരു സെറ്റിൽ 3 ബുക്ക് ഉണ്ടാവും. ആ 3 ബുക്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉണ്ട്. ഓക്കെ ആണല്ലോ? എത്ര രൂപ സാർ? ഉറപ്പിച്ചോ മക്കളെ, ഈ ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സയൻസ് വിഷയങ്ങളിൽ A+ ഉറപ്പാണ്. ഈ ബുക്ക് നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാപ്റ്റർ വൈസ് തിയറി, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ ഡൗൺലോഡ് ചെയ്യാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. ചാപ്റ്റർ വൈസ് തിയറി നല്ലതൊക്കെ കിട്ടാൻ പ്രയാസം. ഈ ബുക്കുകൾ വായിച്ചോക്ക്. NCERT-നേക്കാളും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ്, നിങ്ങളെ സ്കൂളിൽ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് പോലെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഏതൊരു കുട്ടിക്കും വായിച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സിമ്പിൾ വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ നമ്മൾ അതിൽ ചാപ്റ്റർ വൈസ് തിയറിയിൽ കൊടുത്തിരിക്കുന്നത്. പിക്ചർ വൈസ് തിയറി അവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും അത് യൂസ്ഫുള്ളാണ്. എത്രയാ രൂപ സാർ? നിങ്ങൾ ഇപ്പം വാങ്ങുകയാണെങ്കിൽ 1650 രൂപയുടെ ബുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വാങ്ങുന്ന കുട്ടിക്ക് 1450 രൂപക്ക് തന്നിരിക്കും. സർ
എനിക്ക് സാറിൻ്റെ ആപ്പിലും ജോയിൻ ചെയ്യണം, ഈ ബുക്കും വേണം. സോ ആപ്പിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 1250 രൂപ മാത്രമേ ഉള്ളൂ. ഓഫർ പ്രൈസാണ്. നോക്കിക്കേ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, മാത്സ് ഉണ്ട്. 5 സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1250 രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി ക്ലാസ് ഉണ്ടെങ്കിലോ 1500 രൂപ കൊടുത്താൽ മതി. ബുക്കാണെങ്കിലോ 1250 കൊടുത്താൽ മതി. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ MS ബുക്ക് വേണമെങ്കിൽ ഇതാ ഈ നമ്പർ ആട്ടോ. ബുക്കാണെങ്കിൽ 62 82 66 30 09 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ല ക്ലാസ്സിലേക്കാണെങ്കിൽ 70 12 67 00 55 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്കാണ് ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ മെസ്സേജ് അയച്ച് പിന്നെ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത് ആപ്പ് ത്രൂ ആണ്. ആപ്പ് ത്രൂ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ വേറെ ആപ്പിലൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ ആ ആപ്പിലെ ക്ലാസ്സുകൾ വെച്ചിട്ട് ഇത് കണ്ട ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താലും മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഈ പ്ലാൻ ഫോളോ ചെയ്യരുത്. കാര്യം യൂട്യൂബിൽ ഒരുപാട് സംഗതികൾ അവർ സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുക. യൂട്യൂബിലെ എല്ലാ ക്ലാസ്സുകളിലും സ്കിപ്പ് ചെയ്തിട്ടേ പറയൂ. എക്സാമിൻ്റെ തലേന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് സീരീസ് കണ്ടാലൊന്നും നിങ്ങൾക്ക് തിയറി ക്യാച്ച് ചെയ്യാൻ പറ്റൂല. തിയറി നിങ്ങൾ യൂട്യൂബിലെ ലൈവ് എടുത്ത് നോക്കിയാൽ ഫുള്ളൊന്നും പറയുന്ന ഒരു ചാനലുകളും ഇല്ല. നിങ്ങൾ ഉറപ്പിച്ചോളി. കാര്യം ഫുള്ള് യൂട്യൂബിലെ ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കൂലേ, ആപ്പിൽ പിന്നെന്തിനാ ഞങ്ങൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്തെന്ന് ചോദിക്കൂലേ. ഓലെന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്താൽ ഫുൾ മാർക്ക് ഉറപ്പാണ്, യൂട്യൂബിലെ ലൈവ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ A+ കിട്ടില്ല എന്ന് അവർ നിരന്തരം പറയുന്നുണ്ട്. ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, MS കൂടെ പഠിക്കണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ പഠിക്കണോ, ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനം എടുത്തോളൂ. ഞാൻ ആരെയും എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. നിന്റെ തന്നെ ചേർന്നത് ഞാൻ പറയൂല. പക്ഷേ MS ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണമെങ്കിൽ 16-18ഓളം ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ അതെൻ്റെ ആപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കറണ്ട് ബില്ലുണ്ടാവും. കറണ്ട് ബില്ലുണ്ട്, ശമ്പളം കൊടുക്കണം, ടീച്ചേഴ്സിന് സാലറി ഉണ്ട്, ബിൽഡിങ് റെൻ്റ് ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ചിലവുകളുണ്ട്. ഇപ്പം ഫ്രീ നിങ്ങൾ പറയൂ, സാറ് എന്തോ ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരാളെ ഫ്രീ ആയിട്ട് ചെയ്ത്, പൈസ ഉണ്ടാക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാം. പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറ്റേ റെയ്ഡിന് വരട്ടെ, എന്നെ പിടിച്ചുകൊണ്ടോട്ടെ. ഞാൻ പറയാ, എങ്ങനെ നോക്കിയാലോ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് പഠിച്ചെടുക്കാം, ഒരുമിച്ച് ഫുൾ A+ നേടാം. ഈ ഒരു 10 ഡേയ്സിലെ 18ഓളം ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. MS പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഈ വീഡിയോയുടെ അടിയിൽ ഇതുവരെ കണ്ടൊരു കുട്ടിയാണെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ ഈ പ്ലാൻ ഫോളോ ചെയ്തിരിക്കും സർ. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.